വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 മീറ്റർ ദൂരപരിധിയിൽ പാൻ മസാല ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിരോധിച്ച് 2003 കേന്ദ്ര സർക്കാർ നിയമം പാസാക്കിയത്. ഇത് 400 മീറ്ററാക്കി ഉയർത്തി സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പും ആരോഗ്യവകുപ്പും കർശന ഉത്തരവ് നൽകിയിട്ടും യാതൊരു പ്രയോജനവുമില്ലെന്നാണ് തിരുവനന്തപുരം നഗരത്തിലെ ഈ സ്കൂളുകൾക്ക് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങൾ തെളിയിക്കുന്നത്. തിരുവനന്തപുരം RCCയിലെ കമ്മ്യൂണിറ്റി ഓങ്കോളജി വിഭാഗം നടത്തിയ പഠനത്തിൽ 10% കൗമാരക്കാർ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതായി തെളിഞ്ഞു. RCC ഡയറക്ടർ ഡോക്ടർ പോൾ സെബാസ്റ്റ്യൻ. കുറച്ച് നാളുകൊണ്ട് തന്നെ ഇതിനോടൊരു അഡിക്ഷൻ വരും കുട്ടികൾക്ക്. വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും പിന്മാറാൻ പ്രയാസമാണ്. 2, ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നും പാൻ മസാല അല്ലെങ്കിൽ ഗുഡ്ക യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ക്യാൻസർ വരാനായിട്ട് വളരെ കുറച്ച് നാളെ വേണ്ടി വരുന്നുള്ളൂ. നമ്മൾ പുകയിലയായിട്ട് താരതമ്യേന പെടുത്തി നോക്കിയാൽ വായിലെ ക്യാൻസർ ചെറുപ്പക്കാരുടെ ഇടയിൽ ഉള്ള ഇൻസിഡൻസ് കൂടാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ട്രെൻഡ് ഇങ്ങനെ മുമ്പോട്ട് പോയാൽ. പലയിടത്തും സ്കൂൾ ഗേറ്റിന് തൊട്ടരികിൽ തന്നെയാണ് വിൽപ്പന നടക്കുന്നത്. മൗത്ത് റിഫ്രഷണറായും മറ്റും ഉപയോഗിച്ചു തുടങ്ങുന്ന പാൻ ഉൽപ്പന്നങ്ങൾക്ക് വിദ്യാർത്ഥികൾ പതിയെ അടിമപ്പെടുകയാണ്. പുകവലിക്കുന്നവരിൽ 10 മുതൽ 15 വരെ വർഷങ്ങൾ കൊണ്ടാണ് ക്യാൻസർ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതെങ്കിൽ പാൻ മസാല ഉപയോഗിക്കുന്നവരിൽ അത് 3 മുതൽ 5 വർഷത്തിനകം പ്രത്യക്ഷപ്പെടും. അതുകൊണ്ട് തന്നെ കൗമാരക്കാരിലെ പാൻ മസാല ഉപഭോഗം കർശനമായി തടഞ്ഞില്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ വിപത്തായിരിക്കും കേരളത്തെ തേടിയെത്തുന്നത്. ക്യാമറമാൻ പ്രേമിനൊപ്പം എൻ ശ്രീജ, ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.